ഓൺലൈൻ ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന 25 സെന്റൻസുകളാണ്. അവ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ സെന്റൻസ് പരിചയപ്പെടാം. ഡു നോട്ട്. ഡു നോട്ടിനെ നമ്മൾ ഷോർട്ട് ആക്കി ഡോണ്ട് എന്ന് എഴുതും അല്ലെ. അപ്പൊ ഡോണ്ട് എന്ന് പറഞ്ഞാല് അരുത്, ചെയ്യരുത് അല്ലെ. ഡു എന്ന് പറഞ്ഞാല് ചെയ്യുക, ഡോണ്ട് ആകുമ്പോഴോ ചെയ്യരുത് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഡോണ്ട് വെച്ചിട്ടുള്ള സെന്റൻസ് പരിചയപ്പെടാം. അത് എടുക്കരുത്, അത് എടുക്കരുത് അല്ലെ. നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ എങ്ങനെ പറയാം? ഡോണ്ട് ടേക്ക് ഇറ്റ്, ഡോണ്ട് ടേക്ക് ഇറ്റ്. അനങ്ങരുത്, അനങ്ങരുത്. എങ്ങനെ പറയാം? ഡോണ്ട് മൂവ്, ഡോണ്ട് മൂവ്. സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ ഈ സെന്റൻസ്. ഡോണ്ട് മൂവ്. നിലവിളിക്കരുത്, നിലവിളിക്കരുത്. എങ്ങനെ പറയാം? ഡോണ്ട് ഷൗട്ട്, ഡോണ്ട് ഷൗട്ട്. കുട്ടികളോടൊക്കെ നമ്മൾ പറയും ചോക്ലേറ്റ് കഴിക്കരുത് അല്ലെ. ചോക്ലേറ്റ് കഴിക്കരുത്. എങ്ങനെ പറയാം? ഡോണ്ട് ഈറ്റ് ചോക്ലേറ്റ്, ഡോണ്ട് ഈറ്റ് ചോക്ലേറ്റ്. ക്ലിയർ അല്ലേ? അടുത്ത സെന്റൻസ് പരിചയപ്പെടാം. ഇപ്പൊ നല്ല മഴക്കാലമൊക്കെയാണ് അല്ലെ. ഇപ്പൊ കുട്ടികളൊക്കെ മുറ്റത്ത് കളിക്കാൻ നേരത്ത് നമ്മൾ പറയും മഴയത്ത് കളിക്കരുത്, മഴയത്ത് കളിക്കരുത്. എങ്ങനെ പറയാം? ഡോണ്ട് പ്ലേ ഇൻ ദ റെയിൻ, ഡോണ്ട് പ്ലേ ഇൻ ദ റെയിൻ. അതുപോലെ ചെയ്യരുത്, അതുപോലെ ചെയ്യരുത്. എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഒരു കാര്യം കുട്ടികൾ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, നീ ഇനി അതുപോലെ ചെയ്യരുത് എന്ന് പറയും അല്ലെ. എങ്ങനെയാണ് പറയാ? ഡോണ്ട് ഡു ലൈക്ക് ദാറ്റ്, ഡോണ്ട് ഡു ലൈക്ക് ദാറ്റ്. അടുത്ത സെന്റൻസ് പരിചയപ്പെടാം. പോയി പഠിക്ക്. കുട്ടികളോടൊക്കെ നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ് പോയി പഠിക്ക്. എങ്ങനെയാണ് പോയി പഠിക്കുക എന്ന് പറയാ? ഗോ ആൻഡ് സ്റ്റഡി, ഗോ ആൻഡ് സ്റ്റഡി. ഇവിടെ ഇരിക്കൂ. ഗസ്റ്റുകളായാലും വരുമ്പോ നമുക്ക് പറയാം അല്ലെ, ഇവിടെ ഇരിക്കൂ എന്ന് പറയാം. പിന്നെ ഗസ്റ്റുകളോടൊക്കെ നമ്മൾ പറയുമ്പോ ചുടു ബഹുമാനത്തിൽ ദയവായി ഇവിടെ ഇരിക്കൂ എന്ന് പറയാം അല്ലെ. അപ്പൊ എങ്ങനെ പറയാം? പ്ലീസ് സിറ്റ് ഹിയർ, പ്ലീസ് സിറ്റ് ഹിയർ. അല്ല എങ്കിൽ സിറ്റ് ഹിയർ എന്ന് പറഞ്ഞാലും മതി. ശ്രദ്ധാലുവായിരിക്കുക, ശ്രദ്ധാലുവായിരിക്കുക. എങ്ങനെ പറയാം? ബി കെയർഫുൾ, ബി കെയർഫുൾ. അത് ഇപ്പോൾ തന്നെ ചെയ്യൂ അല്ലെ. സ്കൂളിലൊക്കെ കുട്ടികളോട് പറയും ഇപ്പോൾ തന്നെ ആ വർക്ക് ചെയ്യൂ അല്ലെ. നമ്മൾ ജോലി സ്ഥലത്താണെങ്കിലും നമ്മളോട് പറയും ഇപ്പോൾ തന്നെ ആ വർക്ക് ചെയ്യൂ എന്ന് പറയും അല്ലെ. എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് വരുമ്പോ? ഡു ഇറ്റ് റൈറ്റ് നൗ, ഡു ഇറ്റ് റൈറ്റ് നൗ. കരയരുത് അല്ലെ. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ അറിയുമ്പോൾ നമ്മൾ പറയും കരയരുത്. എങ്ങനെ പറയാം? ഡോണ്ട് ക്രൈ, ഡോണ്ട് ക്രൈ. അത് പെട്ടെന്ന് ചെയ്യൂ, അത് പെട്ടെന്ന് ചെയ്യൂ. എങ്ങനെ പറയാം? ഡു ഇറ്റ് ക്വിക്ലി, ഡു ഇറ്റ് ക്വിക്ലി. നന്നായി പഠിക്കൂ, നന്നായി പഠിക്കൂ. സ്റ്റഡി വെൽ, സ്റ്റഡി വെൽ. പോയി അവിടെ ഇരിക്കൂ, പോയി അവിടെ ഇരിക്കൂ. ഗോ ആൻഡ് സിറ്റ് there, ഗോ ആൻഡ് സിറ്റ് there. എന്നെ പരിശോധിക്കാൻ അനുവദിക്കൂ, എന്നെ പരിശോധിക്കാൻ അനുവദിക്കൂ. ലെറ്റ് മീ ചെക്ക്, ലെറ്റ് മീ ചെക്ക്. ഇത് നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നുന്നു, ഇത് നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നുന്നു. എങ്ങനെ പറയാം? ഇറ്റ് സൗണ്ട്സ് ലൈക്ക് എ ഗുഡ് ഐഡിയ, ഇറ്റ് സൗണ്ട്സ് ലൈക്ക് എ ഗുഡ് ഐഡിയ. അത് എന്റെ അല്ല, അത് എന്റെ അല്ല. ഈ ബുക്ക് നിന്റെ ആണോ എന്ന് ചോദിക്കും. നമ്മൾ പറയും അത് എന്റെ അല്ല. ഈ പേന നിന്റെ ആണോ? അത് എന്റെ അല്ല. എങ്ങനെ പറയാം? ഇറ്റ്സ് നോട്ട് മൈൻ, ഇറ്റ്സ് നോട്ട് മൈൻ. അത് എന്റെ തെറ്റല്ല. എങ്ങനെ പറയാം? ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്, ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്. ഈ ഫോം പൂരിപ്പിക്കും അല്ലെ. ബാങ്കിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോഴായാലും നമ്മളോട് പറയും ഈ ഫോം പൂരിപ്പിക്കൂ എന്ന് പറയും അല്ലെ. എങ്ങനെയാണ് പറയാ? ഫിൽ ഔട്ട് ദിസ് ഫോം, ഫിൽ ഔട്ട് ദിസ് ഫോം. അടുത്ത സെന്റൻസ് പരിചയപ്പെടാം. നീ എന്റെ കൂടെ വരേണ്ടതായിട്ടുണ്ട്, നീ എന്റെ കൂടെ വരേണ്ടതായിട്ടുണ്ട്. എങ്ങനെ പറയാം? യു ഹാവ് ടു കം വിത്ത് മീ, യു ഹാവ് ടു കം വിത്ത് മീ. നിനക്ക് പോകാം, നിനക്ക് പോകാം. യു മേ ഗോ, യു മേ ഗോ. ഈ വഴി പോകൂ, ഈ വഴി പോകൂ. എങ്ങനെ പറയാം? ഗോ ദിസ് വേ, ഗോ ദിസ് വേ. നമുക്ക് എന്തെങ്കിലും കഴിക്കാം, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. എങ്ങനെ പറയാം?
ലെറ്റ്സ് ഈറ്റ് സംതിങ്. ലെറ്റ്സ് ഈറ്റ് സംതിങ്. നിനക്ക് ചുറ്റും നോക്കൂ. നിനക്ക് ചുറ്റും നോക്കൂ. ലുക്ക് അറൌണ്ട് യു. ലുക്ക് അറൌണ്ട് യു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.